ഇപ്പോൾ നമ്മൾ നമ്മുടെ റോംബറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കതിന് റോംബറിൻ്റെ നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് കഴുത്തിനൊരു സ്ക്വയർ നെക്കായിരിക്കും. സ്ക്വയർ നെക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒറ്റ സൈസാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ എവിടം വരെയാണോ പാമ്പേഴ്സ് ഉള്ളത് അതിൻ്റെ ആ സൈസ്, പിന്നെ സ്ലീവ്സ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് സർക്കംഫറൻസ് നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ പാമ്പേഴ്സ് ഇട്ട് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വണ്ണമുള്ള ഭാഗത്ത് എത്രയാണ് വലിപ്പം വരുന്നതെന്ന് നോക്കണം. ഷോൾഡർ ടു ഇവിടം വരെ എത്രയാണ് വലിപ്പം വരേണ്ടതെന്നുള്ളത് നോക്കണം. ഷോൾഡർ മുതൽ ഫുൾ ലെങ്ത് എത്രയാണെന്ന് നോക്കണം. പിന്നെ സ്ലീവിന് ഷോൾഡർ മുതൽ സ്ലീവിന് എത്രയാണ് വലിപ്പം വേണ്ടതെന്നുള്ളത് നോക്കണം. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ടേപ്പ് റെഡിയാക്കി വെക്കുക. കാരണം നമുക്ക് ഗേജ് നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മളപ്പോൾ ഇവിടം വരെ നമ്മൾ ചെയ്യുന്നത് നോർമൽ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നതൊക്കെ ഗ്രാനി സ്ക്വയർ സ്റ്റിച്ചുകളാണ്. അങ്ങനെയാണ് നമ്മളുടെ പാറ്റേണിൽ നമ്മുടെ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ ഏത് യാണാണെച്ചാണോ ചെയ്യാൻ പോകുന്നത് ആ യാൺ എടുക്കുക. എന്നിട്ട് ആ യാണിൽ 3ൻ്റെ മൾട്ടിപ്പിൾസ്, ഇപ്പോൾ ഒരു 12 ചെയിൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 12 ചെയിൻസ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ 12 ചെയിൻസിന് 1 ഇഞ്ചിൽ കൂടുതൽ വലിപ്പം വേണം. ഓക്കെ, അതുണ്ടാവും. 1 ഇഞ്ചിൽ കൂടുതൽ വലിപ്പം കിട്ടുന്ന രീതിയിൽ കുറച്ച് ചെയിൻസ് ഇട്ട് കൊടുക്കുക. 3ൻ്റെ മൾട്ടിപ്പിൾസ് പ്ലസ് 1 ഇട്ട് കൊടുക്കുക. അതായത് 13 ചെയിൻസ് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് ഗേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. 13 ചെയിൻസ് ഇട്ട് കൊടുക്കുക. 13 ചെയിൻസ് ഇട്ട് കൊടുത്തിട്ട് 3 സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തത് മുതൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും 2 ചെയിൻ ചെയ്യുക. അങ്ങനെ ഒരു 2 റോ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മെഷർമെൻറ്റ് എത്ര നമ്മൾ എടുക്കണം, എത്ര ചെയിൻസ് വേണം ചെയ്യാമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഗേജ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ 2 റോയിൽ എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകൾ മാത്രം ചെയ്ത് കൊടുക്കുക. നമ്മളപ്പോൾ അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സ്റ്റിച്ചുകൾ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ ഞാൻ കാര്യം പറയാൻ വിട്ടു, നമ്മൾ ഏത് യാണാണ് ഉപയോഗിക്കണത് അതിന് ചേരുന്ന രീതിയിലുള്ള ഹുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേപ്പ് എടുത്ത് വെച്ചിട്ട് 1 ഇഞ്ച് എന്ന് പറയുന്ന വലിപ്പം വരാനായിട്ട് എത്ര ഡബിൾ ക്രോഷ്യ ചെയ്യണം നോക്കാം. ഇപ്പോൾ ഇവിടെ കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 5 ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴാണ് നമുക്ക് 1 ഇഞ്ച് വലിപ്പം കിട്ടുന്നത്. കണ്ടോ, കൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 1 2 3 4 5 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഇഞ്ച് വലിപ്പം കിട്ടും. അതാണ് നമ്മുടെ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡബിൾ ക്രോഷ്യ. ഇതാണ് നമ്മുടെ ഗേജ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഏത് യാൺ വെച്ചാണോ ചെയ്യുന്നത് അത് വെച്ച് നമ്മൾ ഗേജ് നോക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഹെഡ് സർക്കംഫറൻസ് എത്രയാണെന്ന് നോക്കണം. ഇപ്പോൾ ഹെഡ് സർക്കംഫറൻസ് 17 കിട്ടിയെന്ന് വിചാരിക്കുക. 17 ഇഞ്ചാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ എത്രയായി? 16 ഇഞ്ച്. എത്ര ഹെഡ് സർക്കംഫറൻസ് കിട്ടിയാലും അതിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 16 ഇഞ്ച്. ഇനി 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 5 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 16 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 × 5 എത്ര കിട്ടും? 6 ഇഞ്ച് 30, 5 8 80 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 80 ഡബിൾ ക്രോഷ്യ ചെയ്താൽ മാത്രമേ നമുക്ക് 16 ഇഞ്ച് വലിപ്പം കിട്ടുള്ളൂ. ഇനി നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ചെയ്യുന്നത് കൊണ്ട് ഈ 80ൻ്റെ കൂടെ ഒരു 4 കൂടി അഡീഷണലി 4 ചെയിൻസും കൂടി അഡീഷണലി ചെയ്യണം. 80 + 4 84
ഓക്കെ, അത് കോർണറിന് വേണ്ടി. ഇനി അഡീഷണലി 1 85. ഓക്കെ, അപ്പോൾ എത്രയാണോ ഇവിടെ ഗേജ് വലുപ്പം കിട്ടുന്നത് ടോട്ടൽ, അതിൻ്റെ കൂടെ 5 ചെയിൻസ് അഡീഷണൽ ഇടണം. അപ്പോൾ 85 ചെയിൻസ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വലുപ്പം. ഓക്കെ, 85 ചെയിൻസ് ആദ്യം ചെയ്യണമെന്ന് കിട്ടി. ഇനി 85 ചെയിൻസ് എന്നുള്ളത് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഗ്രാനി സ്ക്വയർ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാനി സ്ക്വയർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം ചെയിൻസ് വരേണ്ടത്. അപ്പോൾ 85 ചെയിൻ എന്ന് പറഞ്ഞാൽ 85 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ എത്രയാണ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു അഡീഷണലി ഒന്ന് കൂട്ടാതെ നമുക്ക് വേണം ചെയിൻസ് നോക്കാൻ വേണ്ടി. അതായത് ഈ അഡീഷണലി ഒരെണ്ണം എന്ന് പറയും നമ്മൾ ടേണിങ് ചെയിൻ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ടേണിങ് ചെയിൻ കൂട്ടാതെ 4 മാത്രം കൂട്ടുമ്പോൾ, അതായത് ടോട്ടൽ ഇവിടെ എത്ര ഡബിൾ ക്രോഷ്യ കിട്ടിയോ അതിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ, ഇപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുകയാണെന്നെങ്കിൽ 84. അപ്പോൾ ഈ 84 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പക്ഷെ ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ 85 ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് ഈ 84-ന് പകരം നമുക്കിവിടെ 81 ഡബിൾ ക്രോഷ്യം, 81 + 4 85 കിട്ടിയെങ്കിൽ 85 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. അപ്പോൾ നമ്മളതിനെ 3ൻ്റെ മൾട്ടിപ്പിൾ ആക്കണം. ഇപ്പോൾ ഈ 84 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി 84 അല്ല, ഇപ്പം 85 ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ 1 കുറച്ചിട്ട് 3ൻ്റെ മൾട്ടിപ്പിൾ ആക്കി അതിനെ എടുക്കണം. ഇനി കൂട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 84 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3ൻ്റെ മൾട്ടിപ്പിൾ വരുന്നത് 87 അല്ലേ, 87. അപ്പോൾ ഇപ്പോൾ ഇവിടെ 84-ന് പകരം 86 ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 86-ന് പകരം 1 കൂട്ടി 87 എന്ന് പറയുന്ന 3ൻ്റെ മൾട്ടിപ്പിൾ ആക്കി നമ്മൾ ഈ ചെയിനിൻ്റെ കൗണ്ട് എടുക്കണം. പിടികിട്ടിയോ? ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഹെഡ് സർക്കംഫറൻസ് നോക്കുക, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് എടുക്കുക. ആ 1 ഇഞ്ച് കുറച്ചിട്ട് അത്രയും ഇഞ്ചിന് എത്ര ഡബിൾ ക്രോഷ്യ വേണം നോക്കുക. അതിൻ്റെ കൂടെ 4 കൂട്ടുക. 4 കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ ഓഫ് ചെയിൻസ് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് നോക്കുക. 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ചെയിൻസ് കൂട്ടിയോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ചെയിൻസ് കുറച്ചോ. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറയ്ക്കേണ്ട വന്നു കഴിഞ്ഞാൽ കുറയ്ക്കരുത്, അതിന് ഭേദം കൂട്ടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കൂട്ടിയിട്ട് എത്ര ചെയിൻസ് വേണം 3ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയ 3ൻ്റെ മൾട്ടിപ്പിൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയിനിൻ്റെ നമ്പർ കൂട്ടിയിട്ട് എത്ര എടുത്താലാണ് 3ൻ്റെ മൾട്ടിപ്പിൾ ആവുന്നതെന്ന് കിട്ടുക. എന്നിട്ട് 3ൻ്റെ മൾട്ടിപ്പിൾ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ +1 ചെയ്യുക. ക്ലിയർ ആയോ? എൻ്റെ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെന്നെങ്കിൽ 84 കറക്റ്റ് 3ൻ്റെ മൾട്ടിപ്പിൾ കിട്ടിയത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യുക, 84 + 1 85 ചെയിൻസ് വെച്ചിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ അല്ല എന്നുണ്ടെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആക്കി എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ 1 ചെയിൻ കൂട്ടുക. അത്രയും ചെയിൻസ് ആണ് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ക്ലിയർ ആയോ? ഒരു തവണ കൂടെ പറഞ്ഞുതരാം. ഹെഡ് സർക്കംഫറൻസ് നോക്കുക, ഹെഡ് സർക്കംഫറൻസ് നോക്കിയിട്ട് 1 കുറയ്ക്കുക. എന്നിട്ട് കിട്ടുന്ന അത്ര ഇഞ്ചിന് എത്ര ചെയിൻസ് വേണമെന്ന് നോക്കുക, എത്ര ഡബിൾ ക്രോഷ്യ വേണ്ടി വരും നോക്കുക. +4 ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് നോക്കുക. 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടുക. അത്രയും ചെയിൻസാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് കിട്ടി 85 ചെയിൻസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആയോ? അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് നമുക്ക് ടേണിങ്സ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. അതായത് നമുക്ക് സ്ക്വയർ പോലെയല്ലേ നെക്ക് വരുന്നത്. അപ്പോൾ സ്ക്വയറിലെ നെക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെയൊക്കെ, സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് പറയാം. റെക്റ്റാങ്കിൾ നെക്ക് എന്ന് പറയുമ്പോൾ ഇതിന് ചുറ്റും നമുക്ക് 84 കേസുകളായിരിക്കും, 84 ഡബിൾ ക്രോഷ്യേഴ്സ് ആയിരിക്കും നമുക്ക് ടോട്ടൽ വരുന്നത്. അപ്പോൾ
എവിടേക്കാണ് ഈ ഫോൾഡിങ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ പോർഷനിൽ കോർണറുകളിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ സ്റ്റിച്ചുകളിലാണ് ഇൻക്രീസ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കണം. നമ്മുടെ റോംബറിന് ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് നമുക്കത് വിടാം, അത് പോട്ടെ. നമ്മൾ നോക്കേണ്ടത് കുഞ്ഞു കുട്ടികൾക്ക് ഏകദേശം നമുക്കിവിടെ വേണ്ടത് ഒരു 2.5-3 ഇഞ്ചൊക്കെ രീതിയിൽ നമുക്ക് ആകെ മതി. ഇപ്പോൾ മൊത്തം നമുക്ക് 16 ഇഞ്ചല്ലേ നമുക്ക് മൊത്തം അളവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 16 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു 4 കിട്ടുന്ന രീതിയിൽ എല്ലാ വശത്തും എടുക്കാം. ഇവിടെ ഒരു 4 ഇഞ്ച്, ഇവിടെ ഒരു 4 ഇഞ്ച്, ഇവിടെ ഒരു 4 ഇഞ്ച്, ഇവിടെ 2 ഇഞ്ച്, ഇവിടെ 2 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ എടുക്കാം. ഈ രീതിയിൽ എടുക്കുമ്പോൾ കുട്ടിയുടെ കഴുത്തിൻ്റെ ഇങ്ങനെ ആയിരിക്കും കഴുത്തിരിക്കുന്നത്. ഭയങ്കര കയറി ആയിരിക്കില്ല ഇരിക്കേണ്ടത്. ഇനി ഭയങ്കരമായിട്ട് കയറി ഇരിക്കണം എന്നാണ് കഴുത്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ 1 കുറയ്ക്കണതിന് പകരം 1.5-ഓ 2-ഓ കുറയ്ക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് കഴുത്ത് കയറി ഇരിക്കണോ ഇറങ്ങിയിരിക്കണോ എന്നുള്ളതനുസരിച്ച് കുറച്ച് ഇറങ്ങിയിരുന്നാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ 1 കുറച്ചാൽ മതി. നന്നായിട്ട് കയറി ഇരിക്കണം എന്നുണ്ടെങ്കിൽ 1 ഇഞ്ചോ 2 ഇഞ്ചോ ഹെഡ് സർക്കംഫറൻസിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ കഴുത്ത് കയറി കുറച്ചും കൂടി കയറി ക്ലോസ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഷോൾഡറും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി കയറിയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡുകൾ ഇപ്പോൾ ഇതിന് പകരം 16-ന് പകരം 15 വന്നതെന്ന് വിചാരിക്കുക. 15 വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ 2, ഇവിടെ 2-ന് പകരം 1.5 വെച്ചെടുത്താൽ മതി. അപ്പോൾ 3, 6, പിന്നെ നമുക്ക് ബാക്കി 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചും ബാക്കി ഇത്രയും കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതൊന്നും കൂടി പറഞ്ഞുതരാം. അങ്ങനെയുള്ള ടൈറ്റ് ആയിട്ടുള്ള ക്ലോസ് നെക്ക് വരുമ്പോൾ നമ്മൾ കുട്ടിയുടെ ജസ്റ്റ് അളന്ന് നോക്കുക. ബാക്കിൽ നിന്ന് ആ കഴുത്തിൻ്റെ കയറിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് എന്തോരാണ് വലിപ്പം വേണ്ടതെന്നുള്ളത് അളന്ന് നോക്കുക. ബെറ്റർ എപ്പോഴും അങ്ങനെ അളന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അളന്ന് നോക്കുമ്പോൾ ഏകദേശം 3 ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ബാക്കിലേക്ക് ഒരു 1.5, ഇവിടെ ഫ്രണ്ടിലേക്ക് ഒരു 1.5 വരും. അപ്പോൾ ഇവിടെയും ഒരു 3 ഇഞ്ച് വരും. ഇനി ബാക്കി എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുത്താൽ മതിയാവും. അതായത് മൊത്തം സർക്കംഫറൻസ് എത്ര ഇഞ്ചാണോ വരുന്നത് 3 ഇഞ്ച് ഇവിടെ കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അളന്നെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എപ്പോഴും അളന്നെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൊച്ചിൻ്റെ കഴുത്തിൽ ഫ്രണ്ടിൽ ഇത്രയും ഭാഗം എന്തോരളവ് വരുന്നുണ്ടെന്ന് നോക്കുക. ആ അളവ് വരുന്നത് എത്രയാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അത് എത്ര ഇഞ്ചാണോ ആ അളവ് ഇവിടെ എടുക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും കറക്റ്റ് അളവ് എടുത്ത് നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയും അളവുകൾ ആദ്യം എടുത്ത് വെക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ കഴുത്തിറക്കാൻ വേണ്ടത് അതിനനുസരിച്ച് എത്ര ചെയിൻ വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് ആദ്യമേ എടുത്ത് വെക്കുക. ഇനി ഒരു കാര്യം കൂടി നോക്കണം. നമ്മളിങ്ങനെ അളവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ 1.5 കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഫ്രണ്ടിലും 3, സൈഡിലും 3, സൈഡിൽ നിന്ന് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ളതാണ് കേട്ടോ വലുപ്പം. അതായത് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം കൂടി കൂട്ടിയിട്ട് 3. ഇനിയിപ്പോൾ ബാക്കിലെ ഷോൾഡർ വിഡ്ത്തും 3 എടുത്തതെന്ന്. ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്തിൻ്റെ ഉള്ളൂ കേട്ടോ. ഇത്രയും ഭാഗത്തിൻ്റെ 3 എടുത്തതെന്ന് വിചാരിക്കുക. ഇതാണ് നിങ്ങളുടെ അളവ് എന്ന് വിചാരിക്കുക. മിക്കവാറും കുട്ടികൾക്ക് ഇതൊക്കെ തന്നെ മതിയാവും. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 5 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 1.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 5 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 1.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 × 1.5 എന്നുള്ളത് വരും അല്ലേ? അതായത് 7.5 ഇഞ്ച് എന്നുള്ളത് വരും. അപ്പോൾ ഇവിടെ നമുക്ക് 7.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 7.5 ഡബിൾ ക്രോഷ്യാണ് കേട്ടോ. അപ്പോൾ 7.5 ഡബിൾ ക്രോഷ്യ ഇവിടെ 3 ഇഞ്ച് വരുന്നെങ്കിൽ എത്ര ഡബിൾ ക്രോഷ്യ വേണം? 7.5 ഡബിൾ ക്രോഷ്യ 3 ഇഞ്ച് വരണം എന്നുണ്ടെങ്കിൽ 5 × 3 15. സൈഡിൽ 15 ഡബിൾ ക്രോഷ്യ ചെയ്യുക.
ബാക്കിൽ 15 ഡബിൾ ക്രോഷ്യ ചെയ്യുക, സൈഡിൽ 15 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഇവിടെ 7.5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ 7.5 എന്ന് പറയുമ്പോൾ അത് 7 എന്നുള്ളതും 8 എന്നുള്ളതും റൗണ്ട് ഓഫ് ചെയ്ത് വരും. ഓക്കെ, അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ അളവനുസരിച്ച് നമ്മൾ എത്രയാണ് ചെയ്യേണ്ടത്? ഇവിടെ 7 ഡബിൾ ക്രോഷ്യ, ഇവിടെ 7 ഡബിൾ ക്രോഷ്യ, ഇവിടെ 15 ഡബിൾ ക്രോഷ്യ, ഇവിടെ 15 ഡബിൾ ക്രോഷ്യ, ഇവിടെ 15 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇതാണ് എൻ്റെ ഗേജ് അനുസരിച്ച്. എൻ്റെ 1 ഇഞ്ച് എന്ന് പറയുന്നത് 5 ഡബിൾ ക്രോഷ്യ ആയതുകൊണ്ട് എൻ്റെ ഗേജ് അനുസരിച്ചുള്ള അളവ് ഇതാണ്. ക്ലിയർ ആയോ? ഇതാണ് എനിക്ക് കിട്ടുന്ന മെഷർമെൻറ്റ്. ഈ മെഷർമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ റോംബർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെഷർമെൻറ്റിന് എത്ര ഡബിൾ ക്രോഷ്യ വേണം എന്നുള്ളത് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ കണക്കാക്കി വെക്കണം. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം എങ്ങനെയാണ് ചെയ്ത് തുടങ്ങുന്നതെന്നുള്ളത് അടുത്ത് നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രം തുടങ്ങുക. അപ്പം ഞാനിവിടെ സാമ്പിളാണ് ചെയ്യുന്നത്. ഫുൾ സൈസിലുള്ളതല്ല ഞാൻ ചെയ്യുന്നത്, സാമ്പിളാണ്. അപ്പോൾ സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ 3ൻ്റെ മൾട്ടിപ്പിൾ +1 ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് 4ാമത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഈ കോർണറിലെത്തുമ്പോൾ നമുക്ക് ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്യണം, നമുക്കൊരു വി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എത്ര ചെയിൻസ് ആണോ നമുക്കിവിടെ കിട്ടിയത്, എത്ര ഡബിൾ ക്രോഷ്യെന്നാണോ കിട്ടിയെന്നുള്ളത് നോക്കുക. അത്ര ഡബിൾ ക്രോഷ്യ ചെയ്യുക ആദ്യം. ഞാനിപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുക്കുന്നത് എൻ്റെ ചെറിയ സൈസ് ആയതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുക്കുന്നുള്ളൂ. ഓക്കെ, 4 എണ്ണം എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത്രയും ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 7 കിട്ടിയെന്നുണ്ടെങ്കിൽ 8ാമത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ചെയിൻ 2 ചെയ്യുക, സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം പറഞ്ഞ ഇവിടെ കിട്ടിയ മെഷർമെൻറ്റിൻ്റെ, അതായത് ഈ ഹാഫിൻ്റെ എത്ര ഡബിൾ ക്രോഷ്യ കിട്ടിയോ അത്രയും ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്യുക. ഇപ്പോൾ 7 ആണെന്നുണ്ടെങ്കിൽ 7 എണ്ണം ചെയ്തിട്ട് 8ാമത്തതിലേക്ക് എന്ത് ചെയ്യണം, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ചെയിൻ 2 ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. ക്ലിയർ ആയോ? അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 15 ഡബിൾ ക്രോഷ്യ എന്നാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 15 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് 16ാമത്തേൽ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, ഒരു ഡബിൾ ക്രോഷ്യ. ഞാൻ കാണിച്ചു തരാം. ഞാൻ 9 എണ്ണമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തതിനെ കൗണ്ട് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ചിൽ തന്നെ കോർണർ സ്റ്റിച്ച് ചെയ്തില്ലേ, അതും ഞാൻ ഈ 15ൽ ഉൾപ്പെടുത്താണ്. അപ്പോൾ 1 2 3 4 അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയിൻ 2 ചെയ്യുക, സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. ഇനി ബാക്കിൽ എത്ര ഡബിൾ ക്രോഷ്യ നമുക്ക് കിട്ടി അത്രയും ചെയ്യുക. അപ്പോൾ ഇതും ഒന്നായിട്ട് കൗണ്ട് ചെയ്യണം കേട്ടോ. അടുത്തത് 2 മുതൽ നിങ്ങൾക്ക് എത്ര ചെയിൻസ് ആണോ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് അത്രയും ഡബിൾ ക്രോഷ്യ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്തിട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ 15 15 എണ്ണം ചെയ്യുക. എന്നിട്ടൊരു വി സ്റ്റിച്ച് ചെയ്യുക. വി സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റിച്ചിൽ തന്നെ ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെയും 15 എണ്ണം ചെയ്യുക, പിന്നെ കോർണറിൽ ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ബാക്കി 7 എണ്ണം ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിത് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടോ സ്ക്വയർ നെക്ക് അയക്കുന്നുണ്ടോ? സ്ക്വയർ നെക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഗേജ് അനുസരിച്ച് ചിലപ്പോൾ ഇതുപോലെ കൂട്ടിമുട്ടും, ചിലപ്പോൾ കൂട്ടിമുട്ടില്ല. അത് മുട്ടിയാലും മുട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾക്ക് ആ റിബിങ് നമുക്ക് ബട്ടൺ വെക്കാനുള്ളത് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അത് പ്രശ്നമുള്ള കാര്യമല്ല.
ഇനി നമ്മൾ ഇതിപ്പോൾ നമ്മുടെ ഒരു റോ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത റോ ചെയ്യേണ്ടത് ചെയിൻ 2 ചെയ്യുക, ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, കണ്ടോ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ കോർണർ എത്തുന്നത് വരെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി കോർണർ എത്തിക്കഴിയുമ്പോൾ ഈ കോർണറിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ചെയിൻ 2 ചെയ്യുക. ആ കോർണറിലെ സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക, കണ്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. കോർണർ എത്തുമ്പോൾ ഈ കോർണറിൻ്റെ ഉള്ളിലെ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഇവിടെ ഫുൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഈ കോർണറിലെത്തുമ്പോഴും അതുപോലെ ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഇവിടം വരെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെയും ഇവിടെ എത്തുമ്പോൾ പിന്നെയും ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഇത്രയും ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. അപ്പോൾ അത്രയും ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് റോ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ റോയും ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെയാണ്. ചെയിൻ 2 ചെയ്യുക, ടേൺ ചെയ്യുക, ഫസ്റ്റ് സ്റ്റിച്ചിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ ഡബിൾ ക്രോഷ്യേസ് ചെയ്തു വന്ന് കോർണറിൽ മാത്രം ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഒരു ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ്. ഇതെപ്പോൾ വരെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഫോൾഡ് ചെയ്ത് തരുമ്പോൾ ഇങ്ങനെയല്ലേ കിട്ടുന്നത്. നമുക്ക് കുട്ടിയുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ എടുത്തില്ലേ, ചെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പേഴ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ എത്രയാണോ ഫുൾ മെഷർമെൻറ്റ് കിട്ടുന്നത് അതിൻ്റെ പകുതി. എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പാമ്പേഴ്സൊക്കെ ഇടുന്നത് കൊടുത്ത് അരവണ്ണം കൊച്ചിന് 20 കിട്ടുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 20ൻ്റെ പകുതി എത്രയാണ്? 10. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് ഇവിടെ എപ്പോഴാണോ 10 വരുന്നത്, ഇപ്പം എനിക്കിപ്പോൾ 2.5 വന്നിട്ടില്ലേ, ഈ ഭാഗം മുതൽ ഈ കോർണർ മുതൽ ഈ കോർണർ വരെ എനിക്കിപ്പോൾ 2.5 വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോ റോ ചെയ്യുമ്പോഴും ഈ വീതി കൂടി കൂടി വരും. അപ്പോൾ ഈ വീതി കൂടി കൂടി കുട്ടിയുടെ ഫുൾ ചെസ്റ്റിൻ്റെ പകുതി എപ്പോഴാണോ കിട്ടുന്നത് അത്രയാകുന്നത് വരെ നമ്മളിതുപോലെ ഓരോ റോ അഡീഷണലി ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഒരു റോയും കൂടി ഞാൻ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടിയുടെ ചെസ്റ്റ് എത്രയാണോ കിട്ടുന്നത് ആ മെഷർമെൻറ്റിൻ്റെ പകുതി ആകുന്നത് വരെ എന്ത് ചെയ്യണം, ഓരോ റോ ഇതുപോലെ തന്നെ ചെയിൻ 2 ചെയ്യുക, ടേൺ ചെയ്യുക, ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക, കോർണറിൽ ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ഇവിടെയൊക്കെ ഡബിൾ ക്രോഷ്യേസ്, കോർണറിൽ ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഒരു ഡബിൾ ക്രോഷ്യ, അതുപോലെ ചെയ്ത് ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ ചെസ്റ്റ് മെഷർമെൻറ്റ് കിട്ടുന്ന സമയം വരെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഞാനപ്പോൾ ഈ പാറ്റേണിൽ ഒരു റോയും കൂടി ഞാൻ ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണോ ചെസ്റ്റ് വേണ്ടത് അത് കിട്ടുന്നത് വരെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയാണ് ചെസ്റ്റ് വേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് കോർണറിൽ നിന്ന് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോർണറിൽ നോക്കുമ്പോൾ എനിക്കിപ്പോൾ 3 ഇഞ്ച് കിട്ടേണ്ടത്. എനിക്ക് 6 ഇഞ്ചാണ് എൻ്റെ ഫുൾ ചെസ്റ്റ് എന്നുണ്ടെങ്കിൽ, ഇത് ഞാനിപ്പോൾ ഡമ്മി ആയതുകൊണ്ടാണ് 6 ഇഞ്ച്. നിങ്ങൾക്ക് വരുമ്പോൾ ഒരു 10 ഇഞ്ചെങ്കിലും നിയർലി വരും. അപ്പോൾ എത്രയാണോ കിട്ടുന്നത്, ചെസ്റ്റിൻ്റെ പകുതി വരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സ്ലീവ് ജോയിൻ ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിന് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയിൻ 2 ചെയ്യുക, ടേൺ ചെയ്യുക, ഈ കോർണർ വരെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1, ഇനി കോർണർ വരെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഞാൻ കോർണറിൽ ചെയ്യാൻ പോവുകയാണ്. കോർണറിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക,
ഓക്കെ, കോർണറിൽ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ. അത്രയും പോർഷൻ സ്കിപ്പ് ചെയ്യുക, അത് ഫോൾഡ് ചെയ്യുക. കണ്ടോ, ഇത് സ്ലീവാണ്. ഫോൾഡ് ചെയ്തിട്ട് ഇനി ഇത്രയും ഭാഗത്ത് നമ്മളൊന്നും ചെയ്യേണ്ട. ഇനി അടുത്ത കോർണർ എടുക്കുക. കണ്ടോ, ഇവിടെ ചെയ്തിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സ്റ്റിച്ചുകൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഈ കോർണറിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. കണ്ടോ, അപ്പം നമ്മുടെ സ്ലീവായി. ഇനി ഇങ്ങ് ഈ അറ്റം വരെ, ഈ കോർണർ വരെ നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകൾ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്കിപ്പ് ചെയ്തു, എന്നിട്ട് ഇവിടുത്തെ കോർണറിൽ ഒരു ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ഇവിടെ എല്ലാം ഡബിൾ ക്രോഷ്യ കൊടുക്കാം ഈ കോർണർ വരെ. ഞാനത് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി കോർണറിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത്രയും പോർഷൻ സ്കിപ്പ് ചെയ്യുക. ഇനി അടുത്ത ഡബിൾ ക്രോഷ്യ ഈ കോർണറിൽ ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട്, കണ്ടോ, ഫോൾഡ് ചെയ്തിട്ട് അടുത്ത കോർണറിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ഈ സ്റ്റിച്ചുകളിൽ ഫുൾ നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങ് അറ്റം വരെ ഡബിൾ ക്രോഷ്യേസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ. നമുക്ക് സ്ലീവ് വന്നു, കണ്ടോ, സ്ലീവ് വന്നു, കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ്, കണ്ടോ, ഓപ്പണിങ് വന്നിക്കുന്നുണ്ടോ, ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് എവിടം വരെയാണോ ഈ നോർമൽ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വരേണ്ടത്, ഗ്രാനി സ്ക്വയർ എവിടെ നിന്നാണോ തുടങ്ങേണ്ടത് ആ പോർഷൻ വരെ ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് തന്നെ ചെയ്യുക. അതായത് നമുക്ക് 1 or 2 റോയിൽ കൂടി ഇതേ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകൾ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയിൻ 2 ചെയ്യുക, ടേൺ ചെയ്യുക, എന്നിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകൾ ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഈ സ്ലീവിൻ്റെ അവിടം വരെ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമ്മൾ ചെയ്ത് സ്ലീവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സ്ലീവിൻ്റെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റിച്ചിലും, കണ്ടോ, ഇവിടെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചിലും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. മൊത്തം കവർ ചെയ്തിട്ടല്ല, സ്റ്റിച്ചിൽ, കണ്ടോ, ഈ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഒരു സ്റ്റിച്ച് പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ സ്റ്റിച്ചിലേക്കും നമ്മൾ ഈ റോ ഫുൾ എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷ്യേസ് തന്നെ ചെയ്യുക. അപ്പം നമുക്ക് എവിടം വരെയാണോ ഈ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകളിൽ പാറ്റേൺ വേണ്ടത്, അതായത് ഒരു 4 or 5 ഇഞ്ച് ഇറക്കം കിട്ടുന്നത് വരെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ ഷോൾഡർ മുതൽ ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ വലുപ്പം കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഈ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഞാൻ ഈ റോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഒരു സ്റ്റിച്ച് പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഇത്രയാണുള്ളത്. നമുക്ക് വേസ്റ്റിൻ്റെ വലിപ്പം വരെ ഒരു 3 or 4 ഇഞ്ച് കിട്ടുന്നത് വരെ നമുക്ക് ഈ സ്റ്റിച്ച് തന്നെ, അതായത് ഇത്ര നേരം നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകൾ മാത്രമാണ്. ഇനി നമ്മൾ അടുത്ത പാർട്ടിൽ ചെയ്യാൻ പോകുന്നത് താഴേക്കുള്ളതൊക്കെ ഗ്രാനി സ്ക്വയർ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യണം, പാറ്റേണിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാനി സ്ക്വയർ സ്റ്റിച്ചാണ്. അപ്പോൾ ഇത്രയും വരെ ഈ പാർട്ടിൽ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഒരു 4 or 5 ഇഞ്ച് കിട്ടുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഈ സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ പാറ്റേണിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാനി സ്ക്വയർ സ്റ്റിച്ച് ആയതുകൊണ്ട് നമ്മൾ ബാക്കി ചെയ്യുന്നു. അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഡബിൾ ക്രോഷ്യ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ ചെയ്യുക. ബാക്കി നമുക്ക് എങ്ങനെ താഴോട്ട് ചെയ്യുന്നതെന്നുള്ളത് അടുത്ത പാർട്ട് വീഡിയോയിൽ കാണാം കേട്ടോ.